തിരുപ്പിറവിയുടെ സ്നേഹസ്മരണയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ഗൾഫിലെ പ്രവാസികൾ വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷ ചടങ്ങുകളിലും ആയിരക്കണക്കിന് പേർ പങ്കാളികളായി. മനസ്സും ആത്മാവും വിശുദ്ധീകരിക്കുന്ന ക്രിസ്മസിന്റെ സന്ദേശം ജീവിതം മുഴുവൻ പകർത്തണമെന്ന് പുരോഹിതർ ക്രിസ്മസ് സന്ദേശത്തിൽ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. സന്ധ്യാപ്രാർത്ഥനയോടെ തുടങ്ങിയ ക്രിസ്മസ് ആഘോഷം ആരാധനാലയങ്ങൾ നിറഞ്ഞുകവിഞ്ഞ വിശ്വാസി സമൂഹം. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ ഒത്തുചേർന്നതായിരുന്നു ഓരോ ആരാധനാലയത്തിലെയും തിരുപ്പിറവി ഉത്സവം. ദുബായ് ഊതുമേത്ത സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാ പെരുന്നാളും ഇവിടെ ആഘോഷിക്കുന്നതാണ് ഏറ്റവും നല്ല സന്തോഷം. അതാണ് നാട്ടിൽ ഇത്ര ഒരു വൈബ് കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും കൂടാൻ പറ്റാത്ത ഒരു ക്രിസ്മസും പുതുപ്പിറവിക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞൊരു വർഷം കടന്നു പോയത്. നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പം ആ ഒരു മിസ്സിങ് മാറുന്നുണ്ട്. സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. പള്ളിയിൽ ഈ ഒരു സമയത്ത് കൂടുക എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഐ ഫീൽ സോ മിസ്സിങ്. നമുക്ക് നോർമലി പള്ളിയിൽ വരുമ്പോൾ നമുക്ക് നാട്ടിലുള്ള എല്ലാവരെയും കാണും, അപ്പോൾ അധികം മിസ്സിങ് വരുന്നില്ല. ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സുദിനമാണ്. ആ സന്തോഷമാണ് ഇവിടെ ഇപ്പം പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലെ പാതിരാ കുർബാനയിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ഷിബു ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ജബൽ അലി മാർത്തോമ ഇടവകയിലെ ക്രിസ്മസ് ശുശ്രൂഷകൾ. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ കോർ എപ്പിസ്കോപ്പ ഡോക്ടർ ഷാജി ജോർജ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുകർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, മാർത്തോമ ചർച്ച്, സെന്റ് ജോസഫ് പള്ളി, യാക്കോബായ ചർച്ച് എന്നിവിടങ്ങളിൽ മലയാളികളടക്കം നിരവധി വിശ്വാസികളെത്തി. ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിയോനിസിയൂസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ സ്നേഹവും ക്രിസ്മസ് കേക്കിന്റെ മധുരവും പങ്കുവച്ചാണ് വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് മടങ്ങിയത്. ആരാധനാലയങ്ങളിൽ വൈകുന്നേരത്തോടുകൂടി തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും ശുശ്രൂഷകളും ഒക്കെ അവസാനിച്ച് പിന്നീട് ആഘോഷത്തിലേക്ക് വഴിമാറുകയാണ്. അർദ്ധരാത്രിയും കഴിഞ്ഞു തുടരുന്നതാണ് ഇതുപോലുള്ള ആഘോഷം. ദുബായിലെ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നും ബഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.